പക്ഷേ നമ്മൾ നിലമ്പൂരിന്റെ പൊതുവായ ചിത്രമെടുത്താൽ പൊതുവായ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സർക്കാരിനെതിരായിട്ടുള്ള വികാരം പൊതുവായി പ്രവർത്തിച്ചുവെന്നാണ്. അതിൽ തന്നെ അൻവറിന് കിട്ടിയ 10,000-ൽ പരം വോട്ടുകൾ, 15,730 വോട്ടുകൾ ഇതുവരെ അൻവർ സമാഹരിച്ചു കേട്ടോ. അത് കൂട്ടണം, അതിന്റെ കൂടെ 11,087 വോട്ടുകൾ ഇപ്പുറത്ത്. സർക്കാരിനെതിരായി വലിയ ജനവികാരം ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയുക. ഗവൺമെന്റിൽ നോക്കൂ, സർക്കാരിന് അനുകൂലമായ ഒരു വികാരം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെതിരായി ഉയർന്നു വരുന്ന വിമർശനങ്ങളെ മറികടക്കാൻ എം സ്വരാജിനെ കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രി തന്നെ പ്രധാന പ്രചാരകനായി രംഗപ്രവേശം ചെയ്യുന്നു. വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. UDFന്റെ കൂട്ടുകെട്ടുകളെ വിമർശിക്കുന്നു. എല്ലാ അർത്ഥത്തിലും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ അവർ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ജനം എല്ലാം ഓർത്തുവെച്ച് വോട്ട് ചെയ്തു എന്ന് വിചാരിക്കണം. സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ പലതിനും മറുപടി പറയാൻ കഴിയാത്തത് ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് അസ്ലം ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. അസ്ലം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം ഒന്ന് ഓർത്തെടുക്കൂ. UDFനെതിരെ LDF ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയായോ ഈ ലീഡ് നില? ഏതായാലും കുത്തനെയുള്ള ലീഡിലേക്ക് പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ 10,000-ന് അപ്പുറത്തേക്ക് ലീഡ് ഉയർന്നത് സ്വാഭാവികമായിട്ടും UDFിനുള്ള ആവേശം പകരുന്നുണ്ട്. മാത്രമല്ല UDF ജനകീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിപ്പോയപ്പോൾ വളരെ വിവാദങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട്, ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട്, ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വി പ്രകാശിന്റെ കുടുംബം വോട്ട് നിരവധി അങ്ങനെ അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ജനകീയ പ്രശ്നങ്ങൾക്ക് മറുപടി നൽകാതിരിക്കാനുള്ള ശ്രമം നടത്തി. മാത്രമല്ല വിവാദങ്ങൾ തടച്ചിലുള്ള ശ്രമം നടത്തി. അതെല്ലാം മറികടന്നുകൊണ്ട് UDFന് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിനെതിരായ വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞുവെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് വിവാദങ്ങളല്ല, ശരിക്കും ജനകീയ പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ച എന്ന് പറയേണ്ടി വരും. മാത്രമല്ല സർക്കാരിനോടുള്ള എതിർപ്പ് കൃത്യമായി തന്നെ ജനങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതിന്റെ കൃത്യമായ പ്രകടനമാണ്. PV അൻവർ ഇല്ലാത്ത അവിടെ LDF UDF നേരിട്ട് പോരാട്ടം നടത്തിയപ്പോൾ വളരെ കൃത്യമായ മാർജിൻ UDFന് നിലനിർത്താൻ കഴിഞ്ഞു, ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞു. അതിനർത്ഥം കൃത്യമായി തന്നെ LDFിനോട് നേരിട്ട് ഏറ്റുമുട്ടി കൃത്യമായ ഒരു മാർജിനോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. PV അൻവർ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ കൃത്യമായ ഭരണവിരുദ്ധ വികാരത്തിനൊരു പങ്ക് പറ്റാൻ അയാൾ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. വഴിക്കടവിൽ നിന്ന് മാറുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഉദ്ദേശിച്ച തരത്തിലുള്ള വോട്ടുകൾ പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ UDF ഉയർത്തിയ അവകാശവാദങ്ങളെ, UDF ഉയർത്തിയ ആവശ്യങ്ങളെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് വേണം, ഭരണവിരുദ്ധ വികാരത്തെ പ്രതിഫലിപ്പിച്ചു എന്ന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോവുകയാണ്. ഇനി കരളായിയും അവലംബനം മാത്രമാണുള്ളത്. അവിടെ എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ പോലും ഒരുപക്ഷെ ഭൂരിപക്ഷം കുറയ്ക്കുക. 35 വോട്ടുകളുമായി ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. അതിന് താഴേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന ചോദ്യം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, യുവ നേതാക്കളൊക്കെ ആഹ്ലാദാരവങ്ങളുമായി പ്രവർത്തകർക്കിടയിൽ നിറയുന്നതിന്റെ കാഴ്ചയാണ് നാം ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് തത്സമയം കാണുന്നത്. PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം സന്ദീപ് വാര്യരും അടക്കമുള്ള കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കൾ ആഹ്ലാദ പ്രകടനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച.